ഗില്ലൻ-ബാരി സിൻഡ്രം അഥവാ GBS എന്താണെന്ന് പരിശോധിക്കാം. GBS എന്നാൽ നമ്മുടെ പ്രതിരോധ സംവിധാനം നമ്മുടെ തന്നെ നാഡികളെ അഥവാ ന്യൂറോൺസിനെ ആക്രമിക്കുന്ന ഒരു അപൂർവതരം രോഗമാണ്. ഇത് പേശികൾ ദുർബലമാകാനും പിന്നീട് പക്ഷാഘാതത്തിലേക്കും എത്തിക്കും. ഇത് ചില ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ വികസിക്കാം. കൂടുതലായി പുരുഷന്മാരിൽ ഇത് കാണപ്പെടുന്നു. ഇതൊരു അപൂർവതരം രോഗമായതുകൊണ്ട് 100,000-ൽ 1-2 ആളുകളിൽ പ്രതിവർഷം കാണപ്പെടും. GBS എന്തുകൊണ്ട് പിടിപെടുന്നു? WHO അഥവാ ലോകാരോഗ്യ സംഘടന പ്രകാരം ഇത് പ്രധാനമായും ചില രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പരത്തുന്ന കമൈലോബാക്ടർ ജെജുനെ എന്ന ബാക്ടീരിയ കൊണ്ട് ഇത് പിടിപെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഫ്ലൂ പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടും ഇത് പിടിപെടാം. CMV, എംസ്റ്റെൻബാർ വൈറസ്, സിക്ക വൈറസ് കൊണ്ടും ഇത് പിടിപെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. GBS എങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു? GBS ശരീരത്തിലെ നാഡികളെ ആവരണം ചെയ്തിട്ടുള്ള മൈലിൻ ഷീത്ത് എന്ന കൊഴുപ്പിനെ നശിപ്പിക്കും. ഇതുകൊണ്ട് നാഡികളിൽ നിന്നുള്ള സിഗ്നലുകൾ മസ്തിഷ്കത്തിലേക്ക് എത്താതിരിക്കുകയും അത് പേശി ദുർബലമാക്കാനും ഇടയാവുന്നു. എന്താണ് GBSൻ്റെ പ്രധാനമായുള്ള ലക്ഷണങ്ങൾ? പ്രധാനമായും ചുവടുകൾ, കാലുകൾ, കൈവിരലുകൾ എന്നിവിടങ്ങളിൽ സൂചി കുത്തുന്നതായിട്ടുള്ള അനുഭവം, കാലുകളിലും മുട്ടിലും അതിഭയങ്കരമായിട്ടുള്ള വേദന, നടക്കാനോ പടിയിറങ്ങാനോ കഴിയാത്ത അവസ്ഥ, മുഖചലനങ്ങൾക്കുള്ള പ്രയാസം, ഡബിൾ വിഷൻ, ഗുരുതരമായ സാഹചര്യങ്ങളിൽ ശ്വാസകോശ പേശികൾക്ക് തകരാറുണ്ടാവാനും ശ്വാസം മുട്ടലും, സംസാരിക്കാനും വിഴുങ്ങാനും പ്രയാസം വരികയും ചെയ്യുന്നു. എന്തൊക്കെയാണ് GBSൻ്റെ ചികിത്സാ രീതി? GBSന് സ്ഥിരമായി മരുന്നോ ചികിത്സയോ ഇല്ല. എന്നാൽ ചില ചികിത്സകൾ രോഗം ഭേദമാക്കാൻ സഹായിക്കുന്നു. 1. പ്ലാസ്മ എക്സ്ചേഞ്ച്, രക്തത്തിലെ പ്ലാസ്മ നീക്കം ചെയ്ത് അത് ശുദ്ധീകരിച്ച് തിരിച്ചു കൊടുക്കുക. 2. IVIG തെറാപ്പി, അതായത് ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി, അതായത് ശരീരത്തിലേക്ക് ആൻറ്റിബോഡി നൽകുന്നു. ഇത് മറ്റ് പ്രതിരോധ സംവിധാന നാഡികളെ ആക്രമിക്കുന്ന ആൻറ്റിബോഡീസിനെ തടയാൻ സഹായിക്കുന്നു. 3. ഫിസിയോതെറാപ്പി കൊണ്ട് യഥേഷ്ടം ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കും.